ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം കോവിഡ് കണക്ക് നോക്കാം. ഇന്ന് കേരളത്തിൽ പുതിയ കോവിഡ് രോഗികളുള്ളത് 35,013 പേരാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 25%. വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ദിനം പ്രതി കൂടി വരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നത് 15% മുകളിൽ ഉള്ള എല്ലാ ജില്ലകളും ലോക്ക്ഡൌൺ ആക്കണം, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആക്കണമെന്നാണ്. ആ സാഹചര്യത്തിൽ കേരളത്തിലെ നിലവിൽ 12 ജില്ലകൾ ലോക്ക്ഡൌൺ ആക്കേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അത്തരത്തിലൊരു ലോക്ക്ഡൌണിലേക്ക് പോവേണ്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ കോവിഡ് രോഗികളായിട്ട് മരിച്ചവരുടെ എണ്ണം ഇന്ന് 41. അത് വളരെ കൂടുതലാണ്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും വലിയ കണക്കാണത്. നിലവിൽ 2,66,646 പേരാണ് കേരളത്തിൽ കോവിഡ് രോഗികളായിട്ട് ഉള്ളത്. 138,190 സാമ്പിളുകളാണ് 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. അപ്പോഴാണ് 35,013 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് കോവിഡ് കണക്കുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മന്ത്രിസഭയുടെ അവസാന യോഗവും നടന്നു. 1 കോടി കോവിഡ് വാക്സിൻ വരുന്ന 3 മാസങ്ങൾക്കുള്ളിൽ വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. 70 ലക്ഷം കോവാക്സിനും 30 ലക്ഷം കോവിഷീൽഡുമാണ് വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജില്ലകളിലെ അതിർത്തികൾ അടച്ചിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ അതിർത്തിയിൽ അടച്ചിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യക്കാർക്ക് മാത്രമല്ലാതെ പ്രവേശിക്കാൻ കഴിയുകയില്ല. ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ജില്ലകളുടെ അതിർത്തികളിൽ തുടരുന്നത്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ, കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് SSLC വിദ്യാർത്ഥികളുടെ IT പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. മെയ് 5-ാം തീയതി ആരംഭിക്കാനിരുന്ന പരീക്ഷയാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. ഇലക്ഷന്റെ പേര് പറഞ്ഞ് ഒരു ആവശ്യവുമില്ലാതെ ഈ ഒരു പരീക്ഷ നീട്ടിവെക്കുകയായിരുന്നു. മാർച്ച് 31 മുമ്പ് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ അവസാനിക്കേണ്ടതായിരുന്നു. ഇന്നലെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷയും മാറ്റിവെച്ചിരുന്നു. മറ്റൊരു കാര്യം പറഞ്ഞാൽ, 1 മുതൽ 9 വരെയുള്ള കുട്ടികളെ ജയിപ്പിക്കൽ രീതിയാണ് തുടരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ പഠന നിലവാരം വിലയിരുത്താൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെയാണ് ആ പരീക്ഷ. അതിനു വേണ്ടിയിട്ട് ഒരു വർക്ക് ബുക്ക് അവർക്ക് നൽകുന്നുണ്ട്. ഓരോ വിഷയത്തിലും 20 ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാ ചോദ്യങ്ങളും എല്ലാ വിഷയത്തിൻ്റെതും ആ ഒരൊറ്റ പുസ്തകത്തിലാണ് ഒതുങ്ങിയിട്ടുണ്ടാകുക. ആ വർക്ക് എല്ലാവരും ചെയ്ത് തിരിച്ച് മെയ് 10-ാം തീയതിക്ക് മുമ്പ് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഈ ഒരു പരീക്ഷയെ ആസ്പദമാക്കിയിട്ടായിരിക്കും അവർക്ക് മാർക്ക് കണക്കാക്കുക. വരുന്ന സ്കോളർഷിപ്പിനൊക്കെ ഈ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എത്ര ശതമാനം എന്ന് കണക്കാക്കുക. അപ്പൊ ആ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇനി നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ചാണ് പറയുന്നത്. നാളത്തെ റേഷൻ വിതരണം ഏപ്രിൽ മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിധങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വിഷു ഭക്ഷ്യ കിറ്റ് ഒഴികെയുള്ള എല്ലാ ഭക്ഷ്യവിധങ്ങളും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. റേഷൻ കടയുടെ പ്രവർത്തനം പഴയ പോലെ തന്നെയാണ്. 9 മണി മുതൽ 1 മണി വരെയും 3 മണി മുതൽ 7 മണി വരെയുമാണ് ഇപ്പോൾ നിലവിൽ റേഷൻ കടയുടെ സമയം ഉള്ളത്. അപ്പോൾ ഇനിയും ഈ ഒരു ഏപ്രിൽ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും അതൊക്കെ ഒന്ന് പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ദിവസങ്ങളില്ല. നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം ഇതൊന്ന് നീട്ടി നൽകും എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. ഈ മാസത്തിൽ എത്ര ദിവസം ഈ ഒരു ഏപ്രിൽ മാസത്തെ വിഹിതം നീട്ടി നൽകും എന്ന് നമുക്ക് പറയാനാവില്ല. മാർച്ച് മാസത്തിൽ അനുവദിച്ചിട്ടുള്ള സ്പെഷ്യൽ അരിയും മാർച്ച് മാസത്തെ ഭക്ഷ്യ കിറ്റും അതുപോലെ തന്നെയാണ്. അതും ഈ ഒരു ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം അവസാനിക്കുന്നതോടുകൂടി അവസാനിക്കും. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഒന്നും കൂടി പറയുകയാണ്, ഇനിയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നാളത്തെ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.